നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ടിം ഹോർട്ടൻസ് ഇനി ചൈനയിലും. കാനഡയിലെ ഏറ്റവും ജനപ്രിയ ഹോട്ടൽ ശൃംഖലയായ ടിം ഹോർട്ടൻസ് ചൈനയിലേക്കും അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. ടൊറന്റോ ആസ്ഥാനമായുള്ള ടിം ഹോർട്ടൻസ് കാനഡയിലെ ഏറ്റവും ജനപ്രിയവും മൂല്യവത്തായതുമായ കമ്പനിയാണ്. 3 വർഷത്തെ കൺവെർട്ടബിൾ നോട്ടുകൾ വഴി ടിംസ് ചൈനയിലെ $50 മില്യൺ വരെ നിക്ഷേപിക്കുന്നതിന് കാർട്ടസിയൻ ക്യാപിറ്റലുമായി സഹകരിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ചൈനയിലെ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള സുവർണാവസരമായി ഇതിനെ കാണുന്നുവെന്നും കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. വെയിലും ചൂടും മഴയും മിന്നലുമുള്ള കാലാവസ്ഥയിലേക്ക് കൂടുമാറാൻ ഒരുങ്ങി ടൊറന്റോ. പകൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടും രാത്രിയിൽ മിന്നലോട് കൂടിയ മഴയ്ക്കും വരും ദിവസങ്ങളിൽ ടൊറന്റോ സാക്ഷ്യം വഹിക്കുമെന്ന് എൻവയോൺമെന്റ് കാനഡയുടെ മുന്നറിയിപ്പിൽ പറയുന്നു. മിതമായ ചൂടും മിതമായ മഴയുമുള്ള സമശീതോഷ്ണ കാലാവസ്ഥ ഈ ആഴ്ച ടൊറന്റോയിൽ ഉണ്ടാവുമെന്ന് എൻവയോൺമെന്റ് കാനഡ പ്രവചിക്കുന്നു. ഇസ്ലാമിക് റിവല്യൂഷണറി ഗാർഡിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ 5 ഇറാനിയൻ ഉദ്യോഗസ്ഥരെ നാടുകടത്താനൊരുങ്ങി കാനഡ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കാനഡയിൽ കണ്ടെത്തിയ ഇറാനിയൻ ഭരണകൂടത്തിലെ 5 അംഗങ്ങൾക്കെതിരെ നാടുകടത്തൽ നടപടികൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നാടുകടത്തപ്പെടുന്നവരുടെ പേരോ അവർ വഹിച്ചിരുന്ന പദവിയോ വ്യക്തമാക്കുന്നില്ലെങ്കിലും കാനഡ പോലൊരു രാജ്യത്ത് ഇത്തരം സങ്കുചിത ചിന്താഗതിക്കാരെ തങ്ങാൻ അനുവദിക്കുന്നത് അപകടമാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ജൂൺ 3 പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കാനഡ ബോർഡർ സർവീസസ് ഏജൻസി രാജ്യത്ത് താമസിക്കുന്ന മുതിർന്ന ഇറാനിയൻ ഭരണകൂട അംഗങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റും നാടുകടത്തലും ഉണ്ടായിരിക്കുന്നത്. കാനഡ ദിന പരേഡിനിടെ അപകടം. സ്കൈഹാക്ക് ടീം അംഗത്തിന് പരിക്ക്. ഒരു കാനഡ ദിന പ്രകടനത്തിനിടെ കനേഡിയൻ ആംഡ് ഫോഴ്സ് പാരച്യൂട്ട് ടീമിലെ അംഗമായ സ്കൈ ഹോക്സിന് ഗുരുതരമായി പരിക്കേറ്റതായി ടീമിൻ്റെ പബ്ലിക് അഫയേഴ്സ് ഓഫീസർ ഡൈവോൺ ഗോർമാൻ. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശേഷം പാർലമെൻറ്റ് ഹില്ലിൽ നടന്ന കാനഡ ദിനാചരണത്തിൻ്റെ പാരച്യൂട്ട് ടീമിൻ്റെ സ്കൈ ജമ്പിനിടെയാണ് അപകടമുണ്ടായത്. പരിക്ക് ഗുരുതരമാണെങ്കിലും ജീവന ഭീഷണിയില്ല എന്ന് ഡൈവോൺ ഗോർമാൻ അറിയിച്ചു. ശുദ്ധജല നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനൊരുങ്ങി കാൽഗറിക്കാർ കഷ്ടതയിലൂടെ കടന്നുപോയ ദിനങ്ങൾക്ക് പരിസമാപ്തിയാകുന്നു. നഗരത്തിലെ ജലസംവിധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസാന ഘട്ടത്തിലൂടെയാണ് തങ്ങൾ കടന്നു പോകുന്നതെന്നും ബയസ്പോ ഫീഡർ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്നും ഇത് സേവനങ്ങൾ വേഗത്തിൽ പുനഃക്രമീകരിക്കുന്നതിന് സഹായിക്കുമെന്നും കാൽഗറി എമർജൻസി മാനേജ്മെന്റ് ഏജൻസി ചീഫ് സ്യൂ ഹെൻറി അറിയിച്ചു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.